ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം എനിക്കെതിരെ വരാൻ സാധ്യതയുള്ള ഭീഷണികൾ, ചില കുപ്രചരണങ്ങൾ, ദേശപ്രകടനങ്ങൾ എന്നിവയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നിയമവ്യവസ്ഥിതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണ പൂർത്തിയായിട്ടൊരു വിധി വരണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും. നിയമത്തിൻ്റെ ഈ സ്വാഭാവികമായിട്ടുള്ള കാലതാമസത്തിൽ മനമെടുത്ത പൊതുസമൂഹത്തിന് മുന്നിലേക്കാണ് ഒരു കൂട്ടം ഇൻഫ്ലുവൻസർമാർ തങ്ങളുടെ 60 സെക്കൻഡ് റീലുകളും 3 മിനിറ്റ് ഷോർട്ടുകളും 10 മിനിറ്റ് യൂട്യൂബ് വീഡിയോകളും ഒക്കെ എറിഞ്ഞങ്ങോട്ട് കൊടുക്കുന്നത്. രാവിലെ ഒരു ആരോപണം വരുന്നു, മണിക്കൂറുകൾക്കകം പരദൂഷണ സുന്ദരന്മാരും കൺമശ കുറുമ്പന്മാരും ഒക്കെ ആരോപണ വിധേയന്റെ അല്ലെങ്കിൽ വിധേയയുടെ സദാചാര വശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തമ്പനയിലൊക്കെ ഉണ്ടാക്കി ഒരു വൃത്തികെട്ട ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഫാക്സ് എന്ന വ്യാജേന കുറേയധികം വിവരങ്ങൾ, എന്തെങ്കിലുമൊക്കെ രസം ഈ പറയുന്ന ഒരു പൊതുബോധത്തിന് കൊടുക്കുന്ന വിവരങ്ങൾ അങ്ങോട്ട് പങ്കുവയ്ക്കും. ഉച്ചയ്ക്ക് കൂടുതലെ കേമൻ ഇൻഫ്ലുവൻസർ വക്കീലായിട്ട് മാറി ക്രോസ് വിചാരണ അങ്ങോട്ട് നടത്തും. ഒരു 20-25 മിനിറ്റൊക്കെ അത് ഉണ്ടാവും. വൈകുന്നേരത്തോടെ എല്ലാവരും കൂടി വിധി പ്രഖ്യാപിച്ചിട്ട് ഈ പറയുന്ന പ്രതിയുടെ ജീവിതം അങ്ങ് മൊത്തത്തിൽ കോഞ്ഞാട്ടയാക്കും. പലപ്പോഴും ഈ പ്രതിയായിട്ട് ഇവർ മുതിര കുത്തുന്ന ആളും അത്ര വെടിപ്പൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമായിട്ടൊന്നും ആർക്കും തോന്നാറില്ല. അടുത്ത ദിവസം പുതിയ ചില തെളിവുകളുമായിട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന പ്രതിയായിട്ട് ഇന്നലെ മുതിര കുത്തിയവൻ വരും. അവർ അപ്പീൽ കോടതികൾ എന്നുള്ള രീതിയിൽ വീണ്ടും കുറച്ച് വീഡിയോകളൊക്കെ അങ്ങോട്ട് അവലോകനമായിട്ട് ഇറക്കും. അവസാനം നമ്മളറിയാതെ ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് ഈ പറയുന്ന പരിപാടികളൊക്കെ ഇങ്ങനെ പതുക്കെ അവസാനിക്കും. ഓരോ ടീമായിട്ട് ക്യാഷ് കിട്ടുന്ന മുറയ്ക്ക്, ബ്ലാക്ക് മെയിലിംഗ് ആണല്ലോ മെയിനായിട്ടുള്ള പരിപാടി, ക്യാഷ് കിട്ടുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ വ്യൂസ് കുറയുന്ന മുറയ്ക്ക് ഈ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കും. ഇതിനിടയിൽ ബ്ലാക്ക് മെയിലിംഗും പണം വാങ്ങലും ഒക്കെ കൂട്ടത്തിലെ വില്ലൻ ക്രിയേറ്റർ അല്ലെങ്കിൽ ഈ ഗ്യാങ്ങിൻ്റെ ലീഡറൊക്കെ നടത്തിയിട്ടുണ്ടാകും. സമൂഹത്തിന് വേണ്ടത് ഈ പറയുന്ന വേഗതയാണ്. കൺമുൻപിൽ 3-4 ദിവസം കണ്ട് ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി ഇല്ലാതാകണം. ഈ റോമൻ കൊളോസിയത്തിൽ അടിമകൾ തമ്മിൽ തല്ലി മരിക്കുന്നത് കണ്ട് ആർത്ത് വിളിച്ചിരുന്ന ആ ഒരു പ്രാകൃത ജനക്കൂട്ടത്തിൻ്റെ ഒരു ആധുനിക ഡിജിറ്റൽ രൂപമാണ് നമ്മൾ മലയാളികൾ ഇപ്പോൾ. ഒരു വ്യക്തിയെ സൈബർ സ്പേസിൽ കെട്ടിയിട്ട് ആക്രമിച്ച് ആത്മഹത്യാ മൂഡിലേക്ക് തള്ളിവിടുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുകയും കൂടുതൽ തല്ലുന്നവനെ ഇവനാണ് യഥാർത്ഥ സിംഹം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ നിന്ന് വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു രോഗാതുരമായിട്ടുള്ള മാനസികാവസ്ഥയിലേക്കാണ് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ എത്തിയിരിക്കുന്നത്. ഈ ജനകീയ പിന്തുണയാണ് വടക്കൻ ഇൻഫ്ലുവൻസർ മാഫിയ, നോർത്തേൺ ഇൻഫ്ലുവൻസർ മാഫിയ എന്ന ആ ഒരു ഗ്യാങ് തങ്ങളുടെ ക്രിമിനൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മൂലധനം. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്നത് പോലെ വടക്കൻ ഇൻഫ്ലുവൻസർ മാഫിയ ഉണ്ട്. ഒരു കാലത്ത് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മനഃശാസ്ത്രം വളരെ ലളിതമാണ്. ആധുനിക മനുഷ്യൻ്റെ ശ്രദ്ധാകേന്ദ്രങ്ങൾ വളരെയധികം ചുരുങ്ങുകയാണ്. നീണ്ട നിയമ പോരാട്ടങ്ങൾ കാണാനുള്ള ക്ഷമ അവനില്ല. അവന് വേണ്ടത് പെട്ടെന്നുള്ള ആ ഒരു പ്രതികാരമാണ്. അതിനെ അവൻ നീതി എന്നൊക്കെ വിളിക്കും. ഇൻഫ്ലുവൻസർമാർ കൃത്യമായിട്ട് ഈ പറയുന്ന വിപണിയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഈ വടക്കൻ ഇൻഫ്ലുവൻസർ മാഫിയ ഒരു പടി കൂടി കടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതിലെ വിവരങ്ങൾ ഇങ്ങനെ പരസ്പരം പങ്കുവെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുകയും അവസാനം ഇതൊക്കെ പരിഹരിച്ചെന്ന് ഇവർ തന്നെ നമ്മളോട് അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാഴ്ച. അതിൽ മേനു എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറുടെ ദുരൂഹ മരണം തൊട്ട് ഇന്ന് ഈ ആന്റണി വർഗീസിന്റെ ബ്ലാക്ക് മെയിലിംഗ് കേസ് വരെ എത്തി നിൽക്കുന്ന ആ ഒരു വലിയ സീരീസ് ഓഫ് പരിപാടികളുണ്ട്. ഏതായാലും ഈ പറയുന്ന സൈബർ കോടതികളുടെ ഈ വടക്കൻ ഇൻഫ്ലുവൻസർ മാഫിയയുടെ യഥാർത്ഥ ക്രിമിനൽ രീതി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നടൻ ആന്റണി വർഗീസ് പെപ്പയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാട്ടാളൻ സിനിമാ സെറ്റിലെ വിവാദമാണ്. സോഷ്യൽ മീഡിയയിൽ എന്റെ കാസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൽ ഹക്കീം എന്ന ഇൻസ്റ്റഗ്രാമറാണ് ഈ കഥയിലെ പ്രധാന വില്ലൻ. ഒരു സ്ത്രീ പ്രമുഖ നടനായിട്ടുള്ള പെപ്പയ്ക്കെതിരെ ചില വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സാധാരണഗതിയിൽ ഒരു പീഡന ആരോപണമോ ലൈംഗിക അതിക്രമ ആരോപണമോ ഉണ്ടായാൽ ഒരു പൗരൻ ആദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോവുകയോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയോ ഒക്കെയാണ്. എന്നാൽ ഇവിടെ ഈ പറയുന്ന പെൺകുട്ടി സമീപിച്ചത് എൻ്റെ കാസറ്റ് ഹക്കീമിനെയാണ്. വടക്കൻ ഇൻഫ്ലുവൻസർ മാഫിയയിലെ പ്രധാനപ്പെട്ട ജഡ്ജിയും വക്കീലും ഒക്കെ ആയിട്ടുള്ള ഹക്കീം ഉടനെ തന്നെ സ്വന്തം നിലയിൽ ഒരു കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് പെൺകുട്ടിയെ കൊണ്ട് DGPക്ക് മെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന ഇമെയിൽ അയച്ചത് നീതിക്ക് വേണ്ടി ആയിരുന്നില്ല. അതൊരു ബ്ലാക്ക് മെയിലിംഗ് ടൂൾ ആയിരുന്നു. ആ പരാതിയുടെ സ്ക്രീൻഷോട്ടുകൾ ഹക്കീം തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പബ്ലിഷ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയാവുന്നു. ഒരു സിനിമയുടെ റിലീസിനെയും OTT ബിസിനസിനെയും ഒരു നടന്റെ കരിയറിനെ ബാധിക്കുന്ന തരത്തിൽ ഈ ആരോപണം മാറുമ്പോൾ പ്രൊഡ്യൂസർ ഷെരീഫും പെപ്പയുടെ മാനേജറും ഭയപ്പെടുന്നു. കോടികൾ മുടക്കിയ ഒരു സിനിമ തകരാതിരിക്കാൻ അവർ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു. ഇവിടെയാണ് ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ വടക്കൻ മാഫിയ ഭാഷയിൽ ഒരു ഉപകാരം ചെയ്യാനായിട്ട് വടക്കൻ ജനപ്രിയ നായകൻ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഹനാൻ ഷാ കടന്നു വരുന്നത്. 5 ലക്ഷം രൂപയിൽ തുടങ്ങിയ നെഗോസിയേഷൻ ഒടുവിൽ അവസാനിച്ചത് 25 ലക്ഷം രൂപയിലാണ്. ഈ തുക മുഴുവൻ ഒരു പെൺകുട്ടിയുടെ അന്തസ്സിന് വിലയിട്ടതായിരുന്നു എന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് ലജ്ജാകരമാണ്. അവിടെ ഒരു ഇരയെ വിറ്റ ക്യാഷാണ് ഇവന്മാർ പോക്കറ്റിലാക്കിയത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ജെന്യുവൻ ആയിട്ടുള്ളതാണ്, അങ്ങനെ ഒരു അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്യാഷ് കൈപ്പറ്റിയത് പെൺകുട്ടിയുടെ പേരിലായതുകൊണ്ട് യഥാർത്ഥ കോടതിയിൽ ഇതൊരു ഹണി ട്രാപ്പ് രീതിയിൽ ചിത്രീകരിക്കപ്പെടാനും പെൺകുട്ടിക്കെതിരെ ഈ കേസ് തിരിയാനും സാധ്യതയുണ്ട്. നീതിക്ക് വേണ്ടി ഈ ഹക്കീം എൻ്റെ കാസറ്റ് കോടതിയെ സമീപിച്ച ടീമൊക്കെ ആവുന്ന സമയത്ത് സഹതാപം എനിക്ക് ആ പറയുന്ന ആളോടും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ 25 ലക്ഷം രൂപ എന്ന വലിയ എമൗണ്ടിലേക്ക് വരാം. എങ്ങനെയാണ് ഇത്ര വലിയ തുക ട്രാൻസ്ഫർ ചെയ്തത്? ഇവിടെയാണ് ഈ വടക്കൻ സ്പെഷ്യൽ പരിപാടികളൊക്കെ കടന്നു വരുന്നത്. ഉണ്ടി, കുഴൽ, ഹവാല എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ജസ്റ്റ് മണി ലോണ്ടറിങ്.
ആന്റണി പെപ്പയുടെ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ നിന്നും റിന്യൂമറേഷൻ എന്ന വ്യാജേന ഈ പണം വൈറ്റ് മണിയായിട്ട് പുറപ്പെടുന്നു. ഹനാൻ ഷായുടെ നിർദ്ദേശപ്രകാരം എടപ്പാളിലുള്ള സവാദ്, സുമേഷ് എന്നീ ജ്വല്ലറി ഉടമകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2 തവണകളായിട്ട് 7.5 ലക്ഷം രൂപ വീതം 15 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ബാക്കി 10 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നു. ഇനിയാണ് സിനിമാ സ്റ്റൈലുള്ള മറ്റൊരു രീതി, ഇൻഫ്ലുവൻസർമാരുടെ ഒരു അധോലോക രീതി. ഈ വിഡ്രോ ചെയ്ത 10 ലക്ഷം രൂപ എടപ്പാളിൽ ഒരു വലിയ പാലത്തിന് മുകളിൽ കൊണ്ടുപോയി വയ്ക്കുന്നു. സിനിമയിൽ അധോലോക സംഘങ്ങൾ പണം കൈമാറുന്നത് പോലെ ഒരു പാലത്തിന്റെ മുകളിൽ വെച്ച പണം മറ്റൊരു വശത്ത് നിന്ന് ഈ ഹക്കീമിന്റെ, എന്റെ കാസറ്റ് ഹക്കീമിന്റെ ആളുകൾ വന്നിട്ട് കൈപ്പറ്റുന്നു. എന്തുകൊണ്ടാണ് ഈ പണം നേരിട്ട് ഹക്കീമിന്റെ അക്കൗണ്ടിലേക്ക് പോകാതിരുന്നത്? കാരണം വളരെ സിമ്പിളാണ്. ഒരു ഇൻഫ്ലുവൻസർ പ്രൊഫൈലിന്റെ മറവിൽ ഇത്രയും വലിയ തുകകൾ കൈപ്പറ്റിയാൽ അത് ഇൻകം ടാക്സിന്റെയും പോലീസിന്റെയും ഒക്കെ കണ്ണിൽപ്പെടും. അതുകൊണ്ട് സമാന്തര അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് പണം വെളുപ്പിച്ചു. ഈ പണത്തിന്റെ വലിയൊരു പങ്ക് പിന്നീട് ഹവാല വഴി ദുബായിലേക്ക് കടത്തിയതായിട്ട് ഇൻഫ്ലുവൻസർ അനന്തു സുജിത്ത് പുറത്തുവിട്ടിട്ടുള്ള തെളിവുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ വടക്കൻ ഉടായ്പകളുടെ സ്വിസ് ബാങ്കാണ് ഈ ദുബായ് എന്ന് പറയുന്നത്. വടക്കൻ ഗാങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ വൻകിട ഇൻഫ്ലുവൻസർമാരിൽ ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ തങ്ങളുടെ വരുമാനം ദുബായ് വഴി കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് NRI മണിയായിട്ട് നാട്ടിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ, നമ്മുടെ മലയാളത്തിൽ കോണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന വിദേശ നാണ്യം രാജ്യത്തിന് ഗുണമില്ലാത്ത രീതിയിൽ മറ്റൊരിടത്ത് നിന്ന് കൈപ്പറ്റി ടാക്സ് വെട്ടിക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടി. ഈ പണമൊക്കെ ഇവിടെ നിന്ന് ദുബായിലേക്ക് എത്തിക്കുകയും അവിടെയുള്ള ബിസിനസ്സുകൾ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാഫിയ തന്നെ ഈ വടക്കൻ ഗാങ്ങിൻ്റെ പിന്നിലുണ്ട്. ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഒരു വലിയ കുറ്റകൃത്യം കൂടിയാണ് കേട്ടോ. അതിലേക്കൊക്കെ നമ്മൾ മുന്നേ പോയിട്ടുണ്ട്. നമ്മളിൽ പല ആളുകളും ഇവരെ ഡിജിറ്റൽ യുഗത്തിലെ വെറും കോമാളികളായിട്ട്, വില കുറഞ്ഞ ആളുകളായിട്ടൊക്കെ നോക്കിക്കാണുന്ന സമയത്ത് ഇവർ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന മാഫിയ തലവന്മാരാണ് എന്നുള്ളത് പിന്നീട് അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ വടക്കൻ ഇൻഫ്ലുവൻസർമാരുടെ പ്രധാന സാമ്പത്തിക ഇടപാടുകൾ കേവലം ബ്ലാക്ക് മെയിലിംഗിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദുബായ് കേന്ദ്രീകരിച്ച് ഇവർ നടത്തുന്ന ബിസിനസ്സുകളുടെ മറവിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാസർഗോഡ് അണങ്കൂരിൽ വെച്ച് നടന്ന ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടിയുടെ വധശ്രമ കേസ്. ഖാദർ കരിപ്പൊടി സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നാൽ അയാൾക്ക് ദുബായിൽ മൊബൈൽ ആക്സസറീസിന്റെ വലിയൊരു ബിസിനസ് പാർട്ണർഷിപ്പ് ഉണ്ട് എന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. ഈ ബിസിനസ്സിലേക്ക് അബ്ദുൾ അഹാദ് എന്ന പള്ളിക്കര സ്വദേശി വലിയൊരു തുക നൽകാനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തർക്കം നോക്കുക. ദുബായിൽ വെച്ചിട്ട് നടന്ന വലിയൊരു സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ നാട്ടിൽ വെച്ച് നിയമം കയ്യിലെടുക്കാനായിട്ട് ഖാദർ കരിപ്പൊടി ശ്രമിക്കുന്നു. അഹാദ് നാട്ടിലെത്തിയപ്പോൾ കാസർഗോഡ് നടുറോഡിൽ വെച്ച് നാട്ടുകാരുടെയും CCTV ക്യാമറകളെയും മുന്നിലിട്ട് ഖാദർ സംഘവും ഇയാളെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. നെഞ്ചിൽ ചവിട്ടുകയും കണ്ണിന് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിക്കുകയും ഇന്റർലോക്ക് കട്ടെടുത്ത് തലക്കടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ വിക്ടിം ഹോസ്പിറ്റലിലായതോടെ കാസർഗോഡ് ടൗൺ പോലീസ് ഖാദർ കരിപ്പൊടിക്കെതിരെ അറ്റംപ്റ്റ് ടു മർഡർ കേസെടുത്തു. ഈ അഹാദ് എന്ന വ്യക്തി പിന്നീട് നൽകിയ മൊഴിയിൽ പറയുന്നത് ഖാദറിനോട് പണം ചോദിച്ചപ്പോൾ ദുബായിലെ മേജർ നാസർ എന്ന CID ഓഫീസറെ വിട്ട് സ്ഥാപനം പൊട്ടിക്കുമെന്നും കള്ളക്കേസിൽ കുടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി എന്നാണ്. ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നന്മപരമായിട്ട് അഭിനയിക്കുന്ന ഈ കൂട്ടർ റിയൽ ലൈഫിൽ കൊട്ടേഷൻ സംഘങ്ങളെ പോലെയൊക്കെയാണ് പെരുമാറുന്നത്. ഈ അക്രമങ്ങൾ തെളിയിക്കുന്നത് ഇവർക്ക് നിയമവ്യവസ്ഥയോട് യാതൊരു ബഹുമാനമില്ല എന്നുള്ളതൊക്കെ തന്നെയാണ്. തങ്ങളുടെ സോഷ്യൽ മീഡിയ സ്വാധീനം ഉപയോഗിച്ചിട്ട് എന്ത് ക്രിമിനൽ പ്രവർത്തനം മൂടിവെക്കാൻ സാധിക്കുമെന്ന് ഇവരിങ്ങനെ ധരിക്കുകയും ഇവർ ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഖാദർ കരിപ്പൊടി അടക്കമുള്ള ആളുകൾ ഇന്ന് കാണുന്ന ബിസിനസ് ടൈക്കൂണൊക്കെ ആയതിന്റെ പിന്നിൽ അയാളുടെ തന്നെ പബ്ലിക് കേരള എന്നൊരു യൂട്യൂബ് ചാനലൊക്കെ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. റിഫ മേനു എന്നൊക്കെ പറയുന്ന ഇൻഫ്ലുവൻസറുടെ മരണത്തിന്റെ വാർത്തകളൊക്കെ ആയിട്ടാണ് സമൂഹത്തിൽ ഇടപെട്ട് ഇയാൾ തുടങ്ങിയത്. പക്ഷെ പിന്നീടുള്ള വളർച്ച പെട്ടെന്നായിരുന്നു. പിന്നീട് വടക്കൻ ഇൻഫ്ലുവൻസർമാരെ ചേർത്തൊരു അസോസിയേഷനൊക്കെ ഉണ്ടാക്കാനായിട്ട് മുൻപന്തിയിൽ ഈ പറയുന്ന ആളുണ്ടായിരുന്നു. അന്ന് അതിനെതിരെ പ്രതികരിച്ച വീഡിയോയിൽ ഞാൻ ഉന്നയിച്ച എല്ലാ സംശയങ്ങളും ഇന്ന് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ ഈ മീഡിയ നറേറ്റീവ് ഉണ്ടാക്കുന്ന ഒരു സംഘമായിട്ട് ഇവരങ്ങോട്ട് മാറുകയാണ്. ഈ ഇൻഫ്ലുവൻസർമാരുടെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് ഇവരുടെ ഒരു മുഖംമൂടിയാണ്. പകൽ സമയത്ത് ഇവർ ചാരിറ്റി പ്രവർത്തകരായിട്ടും ഡ്രഗ് മാഫിയക്കെതിരായിട്ടും മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയൊക്കെ ഇങ്ങനെ സംസാരിക്കും. മണിക്കൂറുകളോളം വീഡിയോ ഒക്കെ ഇവർ അതുമായി ബന്ധപ്പെട്ട് ചെയ്യും. രാത്രിയിൽ ഇവരിൽ പല ആളുകളും ഇതേ ലഹരി മാഫിയയുടെ ഉപഭോക്താക്കളും പങ്കാളികളൊക്കെ ആവും. ഈ കഴിഞ്ഞ ദിവസം കിക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലൈവ് പോയ സമയത്ത് സ്വന്തം ലാപ്ടോപ്പിലെ ക്യാമറ ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോയ എൻ്റെ കാസറ്റ് ഹക്കീം തത്സമയം ലഹരി ഉപയോഗിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി മാഫിയകളെ കുറിച്ചും ഡീലർമാരെ കുറിച്ചിട്ടും ഒക്കെ സാധാരണക്കാരൻ അറിയാൻ കഴിയാത്ത അത്രയും ക്രിസ്റ്റൽ ക്ലിയർ വിവരങ്ങളൊക്കെ ഹക്കീം ഒരു കാലത്ത് വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ രീതിയിലൊക്കെയാണ് ജനങ്ങൾക്കിടയിൽ ഇയാൾ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഇപ്പോൾ ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു അയാൾ ആ മാഫിയയുടെ കൃത്യമായിട്ടുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥിര ഉപഭോക്താവാണ്. ഇയാൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ആളുകൾ ഇയാളെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മുന്നേ ഉള്ള ഒരു വാർത്ത നമ്മളൊക്കെ ശ്രദ്ധിച്ചത്. ഇയാൾ ഒരു പാർക്കിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ കത്തിമുനയിൽ നിർത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചിട്ട് അപമാനിച്ചു. ഈ ഹക്കീം എന്ന് പറയുന്ന നന്മമരം വന്ന് അറസ്റ്റ് ആവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത് മാത്രമല്ല ഇവരുടെ ക്രൂരത. വ്യൂസിനും ഫോളോവേഴ്സിനും വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകും. കാസർഗോഡ് ഒരു വ്യക്തിക്കെതിരെ, ഒരു പെൺകുട്ടിക്കെതിരെ കേവലം 2 മണിക്കൂർ കൊണ്ട് വ്യാജ കമ്മീഷണർ ലുക്കൌട്ട് നോട്ടീസ് നിർമ്മിച്ച് വീഡിയോ ചെയ്ത ആളാണ് ഈ ഹക്കീം എന്ന് പറയുന്ന ഒരാൾ. മറ്റൊരു വീഡിയോയിൽ 16 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സെക്സ് റാക്കറ്റ് നടത്തുന്നു എന്ന് കാണിച്ചൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു. പിന്നീട് തെളിഞ്ഞത് ആ പെൺകുട്ടിയുടെ ശബ്ദം, ആ ഒരു ഓഡിയോ ക്ലിപ്പിലെ പെൺകുട്ടിയുടെ ശബ്ദം ഹക്കീം തന്നെ സ്വന്തം വോയിസ് ചേഞ്ച് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. മറ്റൊരു കേസിൽ ഒരു പെൺകുട്ടിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ വെക്കുകയും ആ ഒരു പെൺകുട്ടി കരഞ്ഞ് കാല് പിടിച്ചിട്ടും ഡിലീറ്റ് ചെയ്യാതെ
ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്ത ക്രിമിനൽ മൈൻഡൊക്കെ ഇവർക്കിടയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കേവലം വിവരങ്ങൾ നൽകലല്ല, മറിച്ച് മറ്റുള്ള ആളുകളുടെ ജീവിതം വെച്ചിട്ടുള്ള പന്താടലാണ്. ഒരു മനുഷ്യപ്പറ്റും ഇല്ലാത്ത പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി. തങ്ങളുടെ വരുമാനത്തിന് വേണ്ടി ഏത് പരിധിയും ലംഘിക്കാനായിട്ട് ഈ കൂട്ടർ തയ്യാറാണ് എന്നതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ. ഞാൻ ഈ വടക്കൻ ഇൻഫ്ലുവൻസർമാരെന്ന് വിളിക്കുന്നത് ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും ഉദ്ദേശിച്ചിട്ടല്ല, ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതങ്ങനെ കൃത്യമായിട്ട് വിശേഷിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കഥ അങ്ങോട്ട് പൂർണ്ണമാകത്തില്ല. ഇതൊരു ലളിതമായിട്ടുള്ള കൂട്ടായ്മയൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ വേറെ ചില കാര്യങ്ങൾ പറയാം. ഇതിന് കൃത്യമായിട്ടുള്ള പല തലങ്ങളുണ്ട്. മീഡിയ നറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. ഈ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഈ സമാന്തര സൈബർ കോടതികളുടെയും അതിനെ നിയന്ത്രിക്കുന്ന വടക്കൻ ഗാങ്ങിൻ്റെയും പ്രധാന വിധികർത്താക്കളിൽ ഒരാളെ പോലീസ് പിടിച്ചതായിട്ട് വാർത്തയിൽ കണ്ടു. സൈബർ ഇടങ്ങളിലെ പ്രധാന ട്രയൽ ലോയറും ജഡ്ജിയായിട്ടുമൊക്കെ സ്വയം ചമഞ്ഞടക്കുന്ന ഹെലനോസ് പാട്ട എന്ന് വിളിക്കപ്പെടുന്ന ധന്യ സമൂഹത്തിലെ സദാചാര വിരുദ്ധതയ്ക്കെതിരെയും ഒരു സ്ത്രീ എങ്ങനെ ആവണം എന്നതിനെ കുറിച്ചിട്ടും ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് ലക്ഷക്കണക്കിന് യുവാക്കളുടെ കൈയ്യടി നേടിയിട്ടുള്ള ഒരു പ്രൊഫൈലാണത്. മറ്റുള്ള ആളുകളുടെ ധാർമ്മികതയെ അളക്കാനായിട്ടും ആർക്കാണ് ജീവിക്കാൻ യോഗ്യതയുള്ളത് എന്നൊക്കെ വിധി പറയാനും മുന്നിൽ നിൽക്കുന്ന ഈ പറയുന്ന വടക്കൻ ഗാങ്ങിലെ പ്രധാന ജഡ്ജിയുടെ യഥാർത്ഥ മുഖം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. മദ്യപിച്ച് അബോധാവസ്ഥയിൽ വണ്ടി ഓടിച്ച് പൊതുജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തി ഒടുവിൽ പോലീസിന്റെ പിടിയിലാകേണ്ടി വന്ന ഒരവസ്ഥ നോക്കുക. പകൽ മുഴുവൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് നിയമത്തെയും നീതിയെയും കുറിച്ച് വാചാലാവുന്ന മറ്റുള്ളവരുടെ തെറ്റുകളെ വിചാരണ ചെയ്യുന്ന ഇതേ സൈബർ ജഡ്ജി തന്നെയാണ് ഈ അർദ്ധരാത്രിയിൽ രാജ്യത്തെ നിയമങ്ങളെ കറ്റിൽ പറത്തിക്കൊണ്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോലീസിനെ കണ്ട് നിർത്താതെ പോകുന്നത്. ഈ മദ്യപിക്കുന്നതൊക്കെ പേഴ്സണൽ ചോയ്സ്, അതിലൊന്നും എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. നോ കമൻസ്. അറ്റ്ലീസ്റ്റ് പോലീസ് കൈ കാണിക്കുന്ന സമയത്ത് വണ്ടി എങ്കിലും നിർത്തുക. ഈ പേടിച്ച് പണ്ടാരടങ്ങി വല്ലയിടത്തും പോയി ബാക്കിയുള്ള ആളുകളെ കൂടി ഇടിച്ച് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. ഇവർക്ക് സമൂഹത്തോട് യാതൊരുവിധ പ്രതിബദ്ധതയില്ല. നിയമം മറ്റുള്ളവർക്ക് മാത്രമുള്ളതാണെന്നും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള തങ്ങൾക്ക് എന്ത് ക്രിമിനൽ പ്രവൃത്തി ചെയ്താലും സൈബർ സ്പേസിലൂടെ അതിനെ ന്യായീകരിക്കാൻ കഴിയുമെന്നുള്ള അഹങ്കാരമാണ് ഇവരെ ഇങ്ങനെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. തങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ യാതൊരുവിധ അച്ചടക്കവും ഇല്ലാത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള പല ആളുകളുമാണ് സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി ക്യാമറ തൂക്കിയൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഹക്കീമൊക്കെ അതിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു തെളിവാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ ആരാധക വൃന്ദമുണ്ട്. ഈ ധാർമ്മിക അപചയം വ്യക്തിപരമൊന്നുമല്ല, ഇതൊരു വ്യവസ്ഥാപിത പ്രശ്നമാണ്. ക്യാമറയ്ക്ക് മുന്നിലെ നന്മവരം കളിയും ക്യാമറയ്ക്ക് പിന്നിലെ നിയമലംഘനങ്ങളും തമ്മിലുള്ള ഈ വലിയ അകലം തന്നെയാണ് ഈ വടക്കൻ ഗാങ്ങിന്റെ മുഖമുദ്ര. മറ്റുള്ള ആളുകളെ സദാചാരം പഠിപ്പിക്കുന്ന ഇവർ സ്വന്തം അക്കൗണ്ടബിലിറ്റി വരുമ്പോൾ ഒളിച്ചോടുന്ന ഒരു സാഹചര്യം. സോഷ്യൽ മീഡിയയിൽ പൊതുബോധത്തിനനുസരിച്ചിട്ട് ഒരു സ്ത്രീയെ നിരന്തരമായിട്ട് വീഡിയോകളിലൂടെ വേട്ടയാടിക്കൊണ്ടിരുന്ന കുറേയധികം ആളുകളുടെ കൂടെ നിന്നിട്ട് ആ ഒരു സ്ത്രീക്ക് അസുഖം വന്നു എന്ന് പറഞ്ഞ സമയത്ത് ആ വീഡിയോകളിൽ ഒരു തുക ഞാൻ അങ്ങ് ഡൊണേറ്റ് ചെയ്തേക്കാം എന്നൊക്കെ പറയുന്ന ഒരു കപടതയും കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഈ സോഷ്യൽ മീഡിയയിലെ നീതിപീഠങ്ങൾ വെറും കപട നാടകങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. ജനങ്ങൾ കാണുന്ന ബിംബങ്ങൾ പലപ്പോഴും വ്യാജമായി നിർമ്മിക്കപ്പെട്ടവയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ വടക്കൻ ഗാങ്ങിന്റെ അധോലോകത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായിട്ട് പങ്കുവയ്ക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. സോഷ്യൽ മീഡിയയിലെ എല്ലാ അഴുക്കുകളും ചഴുക്കുകളും കൃത്യമായിട്ട് അറിയാവുന്ന, അതിൽ ജീവിക്കുന്ന ദ മിഡിൽ മാൻ ഹു നോസ് ഓൾ ദ ഫിൽത്ത് എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് എന്ന സൈഡ് വീഡിയോകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സമൂഹത്തിൽ നടക്കുന്ന വലിയ വിവാദങ്ങളെക്കുറിച്ചിട്ടും ഇൻഫ്ലുവൻസർമാർക്കിടയിലെ തർക്കങ്ങളെക്കുറിച്ചിട്ടും ഒത്തുതീർപ്പുകളെക്കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഏറ്റവും ആദ്യം പുറത്തുവിടുന്നത് സായിയാണ്. എല്ലാ വിവരങ്ങളും ഇയാളുടെ പക്കലുണ്ട്. പല കേസുകളും ഇയാൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയെ പോലെയാണ് പെരുമാറുന്നത്. എന്നാൽ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നേ. പലപ്പോഴും ഇയാളുടെ സൗഹൃദ ബലത്തിലുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും ഇതിനകത്തെ വാദികളും പ്രതികളും ഒക്കെ. ഒരു നറേറ്റീവ് മാനേജ്മെൻറ്റ് ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. സംടൈംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് വാഷിംഗ് ഒക്കെ കൃത്യമായിട്ട് ആരോപിക്കാൻ പറ്റും. മേ ബി അയാൾ ഈ പറയുന്ന മാഫിയ കളികൾ അത്ര മനസ്സിലാക്കാത്ത ഒരു നിഷ്കുവാനും സാധ്യതയുണ്ട്. പക്ഷേ അയാളെ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് വടക്കൻ മാഫിയയ്ക്ക് കൃത്യമായി പറ്റുന്നുണ്ട്. വടക്കൻ ഗാങ്ങിനെതിരെ വലിയ ക്രിമിനൽ കുറ്റമൊക്കെ പുറത്തു വരുന്ന സമയത്ത് അതിൽ തൻ്റെ വടക്കൻ ഗാങ്ങിലുള്ളവരോ തനിക്ക് താല്പര്യമുള്ളവരോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സായി വളരെ തന്ത്രപൂർവ്വം ഒരു നറേറ്റീവ് അങ്ങോട്ട് സെറ്റ് ചെയ്യും. കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം അങ്ങോട്ട് കുറച്ച് കാണിക്കും. ഇരയുടെ ഭാഗത്തും തെറ്റുകളുണ്ട് എന്നങ്ങ് വരുത്തി തീർക്കും. അല്ലെങ്കിൽ അവൻ പാവമാണ്, സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിപ്പോയതാണ് എന്ന രീതിയിലൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വൈറ്റ് വാഷിംഗ് നടത്തുന്നതും സായിയുടെ സ്ഥിരം ശൈലിയാണ്. ഇപ്പോൾ തന്നെ എൻ്റെ കാസറ്റ് ഹക്കീമിന്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ചിട്ടും 25 ലക്ഷത്തിന്റെ ഒത്തുതീർപ്പിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പോലും ഹക്കീമിനെ വിളിച്ച കഥയും അവൻ മാനസികമായി തളർന്നു പോയതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് സായി പലപ്പോഴും ശ്രമിക്കുന്നത്. അതുപോലെ കാദർ കരിപ്പൊടി നടു റോഡിൽ ഇട്ടിട്ട് ഒരാളെ ചവിട്ടി കൂട്ടിയപ്പോൾ അതിനെ ഒരു സാമ്പത്തിക തർക്കത്തിന്റെ പേരിലുള്ള സ്വാഭാവിക പ്രകോപനമായിട്ട് ചിത്രീകരിക്കാനായിട്ടും ഈ സായി മടിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ വലിയ നിഷ്പക്ഷവാദിയായിട്ട് നടിക്കുമ്പോഴും തൻ്റെ ഗ്യാങ്ങിന്റെ ക്രിമിനൽ പ്രവർത്തികളെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി മാധ്യമ ആഖ്യാനങ്ങൾ ചമയ്ക്കാനുള്ള ഒരു PR ഏജൻസി ആയിട്ടാണ് പലപ്പോഴും ഈ സീക്രട്ട് ഏജന്റ് പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും. ഈ നറേറ്റീവ് നിർമ്മാണം വളരെ അപകടകരമായിട്ടുള്ളൊരു കളി തന്നെയാണ്. ഇവിടെ ഇരകളുടെ ശബ്ദം പലപ്പോഴും ഇല്ലാതാക്കപ്പെടുന്നുണ്ട്. ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ചിന്താഗതി കുത്തിവെക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഒരു കൊടും കുറ്റവാളിയെ പോലും സാഹചര്യങ്ങളുടെ ഇരയായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഈ നറേറ്റീവ് മാനേജ്മെൻറ്റിലൂടെ ഇവർക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കേവലം വിവരങ്ങൾ നൽകലല്ല,
മറിച്ച് പൊതുജനങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും തങ്ങളുടെ ബിസിനസിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിയന്ത്രിക്കുന്ന ഒരു പരിപാടിയാണ്. ഇൻഫ്ലുവൻസർമാർ എന്തിനാണ് ഈ സമാന്തര കോടതികൾ നടത്തുന്നത്? നീതിക്ക് വേണ്ടിയാണോ? അല്ല. ഇതിന്റെ എല്ലാം പിന്നിലെ ഏക ലക്ഷ്യം പണം മാത്രമാണ്. സോഷ്യൽ മീഡിയയുടെ അൽഗരിതം പ്രവർത്തിക്കുന്നത് നെഗറ്റിവിറ്റിയുടെയും വിവാദങ്ങളുടെയും പുറത്താണ് എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. സമാധാനപരമായിട്ടുള്ള ചർച്ചകളോ നന്മ നിറഞ്ഞ വാർത്തകളോ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കി തരില്ല. ഞാനൊക്കെ ഇന്നലെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ മാസം അപ്ലോഡ് ചെയ്യുന്ന ഒരു ഭൂരിപക്ഷ വീഡിയോസിന്റെ വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഫർമേഷൻ അല്ലെങ്കിൽ അനാലിസിസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു ഗുണമില്ല. എന്നാൽ ഒരു വ്യക്തി അവഹേളിക്കുന്ന, തല്ലുപിടിക്കുന്ന, വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടുന്ന ഒരു സാഹചര്യം. ഇതിന് പുറമെ വരുന്ന വൻകിട ബ്രാൻഡ് സ്പോൺസർഷിപ്പുകൾ വേറെ. അവർക്കതിനൊന്നും ആവശ്യമില്ല. നമ്മളെപ്പോലുള്ള ആളുകൾക്കാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രൊമോഷൻ പൈസയൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റ് ഡീലുകളിൽ കൂടെ, മറ്റ് ടൈപ്പുകളിൽ കൂടെ വലിയ രീതിയിൽ ഫണ്ട് വരുന്നുണ്ട്. ഈ പണത്തിനോടുള്ള ഈ ഒരു ആർത്തിയാണ് ഇവരുടെ ധാർമ്മികതയെ, എത്തിക്സിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു പരിപാടി. തങ്ങൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ എങ്ങനെ തകർക്കുമെന്ന് ഇവർ ചിന്തിക്കാറില്ല. വ്യൂസിന് വേണ്ടി സ്വന്തം ശബ്ദം മാറ്റി പെൺകുട്ടികളുടെ വ്യാജ വോയിസ് റെക്കോർഡിങ്ങുകൾ നിർമ്മിക്കുന്ന ഹക്കീമിനെ പോലുള്ള ക്രിയേറ്റർമാർ ഇവിടുത്തെ ധാർമ്മികതയുടെ ശവക്കുഴി തോണ്ടിയ ടീമുകളാണ്. ഈ പണം തരുന്നവൻ്റെ കുറ്റങ്ങൾ മൂടി വയ്ക്കുകയും പണം തരാത്തവനെ സൈബർ ഇടങ്ങളിൽ കൊന്നു കൊലവിളിക്കുകയും ചെയ്യുന്ന ഒരു പക്ക മാഫിയ ബിസിനസ്സായിട്ട് ഈ വടക്കൻ ഇൻഫ്ലുവൻസർ പരിപാടികൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഈ ആർത്തിക്ക് അതിരുകളില്ല. ഒരു വാർത്ത വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ ഇവർക്ക് സമയമൊന്നുമില്ല. ആർക്കാണോ കൂടുതൽ റീച്ച് നൽകാൻ കഴിയുന്നത് അയാളുടെ പക്ഷം പിടിക്കാനായിട്ട് ഇവരിങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാകും. പണത്തിന് വേണ്ടി സ്വന്തം വിശ്വാസത പോലും പണയം വെക്കുന്ന ഒരു തലമുറയായിട്ട് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സൈബർ കോടതികളിലെ ജഡ്ജിമാരിങ്ങനെ മാറിയിരിക്കുകയാണ്. ഇവരുടെ ആഡംബര ജീവിതങ്ങൾക്ക് പിന്നിൽ തകർന്നടിഞ്ഞിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ കണ്ണീരും ജീവിതങ്ങളൊക്കെ ഉണ്ട്. ഇവന്മാരിൽപ്പെട്ട എത്രയോ അവന്മാരാണ് രാവിലെ മുതൽ ഓരോ ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊളയട്ടകളെ പോലെ ചോര കുടിച്ചിങ്ങനെ നടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ വടക്കൻ ഗ്യാങ് തങ്ങളുടെ ഇൻഫ്ലുവൻസർ പ്രൊഫൈലുകൾ ദുരുപയോഗം ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നത്? ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ട് കയ്യിലുണ്ടെങ്കിൽ ഇവർക്ക് സമൂഹത്തിൽ വലിയൊരു ഭയം നിർമ്മിക്കാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്നുള്ളത് ഇവർക്കറിയാം. ഏതെങ്കിലും ഒരു വ്യക്തിയോ ബിസിനസ് സ്ഥാപനമോ തങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾ ചോദിക്കുന്ന പണം തരുന്നില്ലെങ്കിൽ ഇവർ ആ വ്യക്തിക്കെതിരെ ഒരു സൈബർ കൊട്ടേഷൻ ആരംഭിക്കും. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോസ്റ്റുകളിടും. അതോടെ ആ വ്യക്തിയുടെ കരിയറും കുടുംബവും ഒക്കെ അങ്ങോട്ട് തകരും. ഈ ഭയം മൂലമാണ് സിനിമാ മേഖലയിലുള്ള വലിയ പ്രൊഡ്യൂസർമാർ, നടന്മാരും പോലും ഇവർക്ക് ലക്ഷങ്ങൾ ഒത്തുതീർപ്പ് പണമായിട്ട് കൊടുക്കുന്നത്. ഈ പണം പിന്നീട് ഒരു ബാങ്ക് റെക്കോർഡിലും വരാത്ത രീതിയിൽ ഹവാല അക്കൗണ്ടുകൾ വഴി വിദേശത്തേക്ക് മാറ്റുന്ന ഒരു രീതിയുണ്ട്. ദുബായിലേക്ക് ഈ രീതിയിൽ ഒഴുകുന്നത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ്. ഈ കള്ളപ്പണം ഉപയോഗിച്ചിട്ട് അവിടെ ബിസിനസ്സുകൾ കെട്ടിപ്പിടിക്കുകയും ആ ബിസിനസ്സിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ നാട്ടിൽ വന്ന ആളുകളെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്ന ഒരു കഥയൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ. ഇതൊരു വലിയ ക്രിമിനൽ ചെയിനാണ്. ഈ ഭയത്തിൻ്റെ ഒരു നെറ്റ്വർക്കിൽ പല ആളുകളും മിണ്ടാതിരിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസിൽ പരാതി നൽകിയാൽ പോലും സൈബർ ഇടങ്ങളിൽ തങ്ങൾ കൂടുതൽ അപമാനിക്കപ്പെടുമെന്ന് ഇരകൾ ഭയപ്പെടുന്നുണ്ട്. ഈ അവസ്ഥ മുതലെടുത്തിട്ടാണ് ഇൻഫ്ലുവൻസർ മാഫിയ തങ്ങളുടെ സാമ്രാജ്യം ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യ സമൂഹത്തിനൊട്ട് യോജിച്ചൊന്നുമല്ല. ഈ വടക്കൻ ഇൻഫ്ലുവൻസർ മാഫിയയുടെ വളർച്ച നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിക്കും പോലീസ് സംവിധാനത്തിനും നേർക്കുള്ള പരസ്യമായിട്ടുള്ള വെല്ലുവിളിയാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന പ്രീ ട്രയൽ ഇന്നസെൻസ് അഥവാ കുറ്റം തെളിയുന്നത് വരെ ഒരാൾ നിരപരാധിയാണ് എന്ന തത്വത്തെയാണ് ഈ സൈബർ കോടതികൾ ദിവസവും കാറ്റിൽ പറത്തുന്നത്. ഇവർ നടത്തുന്ന ഈ സമാന്തര വിചാരണകൾ കാരണം യഥാർത്ഥ കേസുകളിലെ അന്വേഷണങ്ങൾ പോലും വഴിതെറ്റി പോവുകയാണ്. ഇരകൾക്ക് യഥാർത്ഥത്തിൽ നീതി ലഭിക്കുന്നില്ല. പ്രതികൾ പണം കൊടുത്ത് ഇൻഫ്ലുവൻസർമാരെ വിലക്കെടുത്തിട്ട് കേസുകൾ ഒത്തുതീർക്കുന്നു. ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നീതി വാങ്ങി കൊടുക്കേണ്ടത് കോടതിയാണ്, അല്ലാതെ 25 ലക്ഷം രൂപ വാങ്ങി കേസ് ഒതുക്കുന്ന ഹക്കീമും ഹനാൻ ഷായും ഒന്നുമല്ല. ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗും ഹവാല ഇടപാടുകളും തടയാൻ നമ്മുടെ സൈബർ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ഫോളോവേഴ്സിന്റെ എണ്ണം കാണിച്ച് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതുന്ന ഈ ക്രിമിനലുകളെ ജയിലിനുള്ളിലാക്കാനായിട്ട് ശക്തമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. IT ആക്റ്റും ഇവിടുത്തെ സാമ്പത്തിക നിയമങ്ങളും കൂടുതൽ കർശനമായിട്ട് നടപ്പിലാക്കണം. നിയമം എല്ലാ ആളുകൾക്കും ഒന്നാണെന്ന് തെളിയിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ്. ഇൻഫ്ലുവൻസർമാരുടെ സാമ്പത്തിക ഡീലിങ്ങുകളെ കുറിച്ചിട്ട് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ പല വലിയ കാര്യങ്ങളും പുറത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.